അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 5 ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലടക്കമാണ് റെയ്ഡ്. രാജഗിരി മെഡിക്കൽ ട്രസ്റ്റ്, ആസ്റ്റർ, ലേക്ഷോർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ്. കേസിലെ പ്രധാന പ്രതി നജീബുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് പരിശോധന. റെയ്ഡ് നടക്കുന്ന കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുവെന്നാണ് കണ്ടെത്തൽ. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കാസർഗോഡും കൊല്ലത്തും ഇ ഡി റെയ്ഡ് നടത്തുന്നു. കേസിലെ പ്രധാന സൂത്രധാരനും കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം സ്ഥാപനത്തിന്റെ ഉടമയുമായ നജീബിന്റെ കാസർഗോട്ടെ വീട്ടിലാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത്. അനധികൃത അവയവ കടത്തുമായി ബന്ധപ്പെട്ട് വൻതോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. കൊല്ലത്ത് തട്ടിപ്പിലെ പ്രധാന കണ്ണിയായ ശ്രീജിയുടെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. കൊല്ലം കിളിക്കല്ലൂർ പോലീസ് എടുത്ത കേസിലാണ് പ്രതിയാണ് ഇവർ. കേസുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നജീബിന്റെ ഭാര്യ റഷീദയെയും അറസ്റ്റ് ചെയ്തിരുന്നു. 3 വർഷത്തിലേറെയായി സംഘം പ്രവർത്തിച്ചിരുന്നുവെന്നും വിവിധ ആശുപത്രികളിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ലഭിച്ചതായും ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. കഴിഞ്ഞ 3 വർഷമായി നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാജരേഖകൾ ഉണ്ടാക്കി അവയവ കച്ചവടം നടത്തിവരികയാണെന്ന് പോലീസ് കണ്ടെത്തി. നിരവധി സാധാരണക്കാരെയും പാവപ്പെട്ടവരെയുമാണ് ഇവർ ചതിയിൽപ്പെടുത്തിയത്. അവയവദാന തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ വൻ മാഫിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ദാതാക്കൾക്ക് കുറഞ്ഞ തുക നൽകി വൻ തുകക്കാണ് മറിച്ചുവിൽക്കുന്നത്. തട്ടിപ്പിനിരയാകുന്നത് സാധാരണക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട്. MLA, MP, പോലീസ് എന്നിവരുടെ പേരിലെല്ലാം വ്യാജരേഖ നിർമ്മിച്ചിരുന്നു. സംസ്ഥാനത്തിന് പുറത്തും ഈ റാക്കറ്റിന് ബന്ധമുണ്ടെന്നതിന്റെ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 3 വർഷത്തിലധികമായി വ്യാജരേഖകൾ ചമച്ച് അവയവ കച്ചവടം നടത്തിവരികയായിരുന്നു. ന്യൂസ് ഡെസ്ക് വാർത്ത മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.